ഇന്ത്യയിലെ ഏറ്റവും പ്രസിദ്ധമായ ഉത്സവങ്ങളിലൊന്നാണ് ശബരിമലയിലെ മകരജ്യോതി. മകരമാസം 1-നാണ് ഉത്സവം. അന്ന് ഈ ക്ഷേത്രത്തിൽ ഉത്സവവും വിശേഷാൽ പൂജകളും നടക്കും. ഇതു കാണാനായി രാജ്യത്തിന്റെ പല ഭാഗത്തു നിന്നും വിദേശത്തു നിന്നും വരെ ഭക്തജനങ്ങൾ എത്തിച്ചേരും. വൈകുന്നേരം നടക്കുന്ന ദീപാരാധന ഏറെ വിശേഷപ്പെട്ടതാണ്. ദീപാരാധനയ്ക്കൊപ്പം ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന്റെ ഒരു കോണിലുള്ള പൊന്നമ്പലമേട് എന്ന മലയുടെ മുകളിലുള്ള വനക്ഷേത്രത്തിലും ദീപാരാധന നടക്കും. ഇതിനെ മകരജ്യോതി എന്നാണ് വിശേഷിപ്പിക്കുന്നത്. 3 പ്രാവശ്യമാണ് മകരജ്യോതി തെളിയിക്കുക. ശബരിമല സന്നിധിയിൽ നിന്നും ഈ ദൃശ്യം വീക്ഷിക്കുവാൻ ആയിരക്കണക്കിന് ഭക്തരാണ് എത്തുന്നത്. മകരജ്യോതിയെ ആന്തരിക ദർശനമായാണ് കാണേണ്ടതെന്ന് പണ്ഡിതന്മാർ പറയുന്നു. ഉത്തരായനം പിറക്കുന്ന സമയത്താണിത് കാണുന്നത്. ഈ സമയത്ത് ഭൂമിയുടെ അച്ചുതണ്ടിൽ മാറ്റം വരികയും പുതിയൊരു നക്ഷത്രത്തെ മാനത്ത് കാണാനും കഴിയും. അതാണ് മകരജ്യോതി. മകരജ്യോതി ദർശനം ഭാരതത്തിൽ മാത്രമല്ല, പഴയ റോമൻ സംസ്കാരത്തിലും ഉണ്ടായിരുന്നുവെന്ന് ആചാര്യ എം.ആർ. രാജേഷ് പറയുന്നു. ദക്ഷിണായനത്തിൽ നിന്ന് ഉത്തരായനത്തിലേക്ക് കടന്ന് സൂര്യൻ ധനുരാശിയിൽ നിന്നും മകരം രാശിയിലേക്ക് മാറുന്ന സംക്രമവേളയിലാണ് മകരസംക്രമ പൂജ. സൂര്യൻ രാശി മാറുന്ന മുഹൂർത്തത്തിൽ സംക്രമാഭിഷേകം നടക്കും. തിരുവിതാംകൂർ രാജവംശത്തിന്റെ കവടിയാർ കൊട്ടാരത്തിൽ നിന്നും പ്രത്യേക ദൂതൻ വശം കൊണ്ടുവന്ന അയ്യപ്പ മുദ്രയിലെ നെയ്യാണ് സംക്രമവേളയിൽ അഭിഷേകം ചെയ്യുക. മകരവിളക്കിനെ കൊല്ലങ്ങളോളം ഒരു ദിവ്യാത്ഭുതമായി കണക്കാക്കിയിരുന്നുവെങ്കിലും അത് ദൈവീകമല്ലെന്നും മനുഷ്യ സൃഷ്ടിയാണെന്നുമുള്ള വാദവും ശക്തമായി. ദേവസ്വം ബോർഡ് ജീവനക്കാരും അയ്യപ്പ സേവാ സംഘം പ്രവർത്തകരും പോലീസ് സംരക്ഷണയിൽ പൊന്നമ്പലമേട്ടിലെത്തി കർപ്പൂരം കത്തിക്കുന്നതാണ് മകരവിളക്കെന്ന് ശബരിമലയിൽ മുതിർന്ന തന്ത്രി കണ്ഠര് മഹേശ്വരര് 2008 സമ്മതിച്ചു. മകരവിളക്ക് പ്രതീകാത്മകമായ ദീപാരാധനയാണ്. അതുകൊണ്ടാണ് 3 വട്ടം ആലങ്കാരികമായി തെളിയിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇതോടെയാണ് മകരജ്യോതിയെ ചുറ്റിപ്പറ്റി നിലനിന്നിരുന്ന ദുരൂഹത അവസാനിച്ചത്. മകരവിളക്കിനോടനുബന്ധിച്ച് കളമെഴുത്തും പാട്ടും നടക്കുന്നത് മണിമണ്ഡപത്തിലാണ്. ക്ഷേത്രത്തിന്റെ മൂലസ്ഥാനമായാണ് മണിമണ്ഡപത്തെ കാണുന്നത്. അയ്യപ്പസ്വാമി ശാസ്താ വിഗ്രഹത്തിലേക്ക് വിലയം പ്രാപിച്ചത് ഇവിടെ വച്ചാണെന്നാണ് വിശ്വാസം. മാളികപ്പുറത്തമ്മയുടെ ശ്രീകോവിലിന് പുറകിലായാണ് മണിമണ്ഡപം. അയ്യപ്പൻ സമാധിയിൽ കുടികൊള്ളുന്ന സ്ഥലമാണ് മണിമണ്ഡപമെന്നും പറയുന്നു. മകരം 1 മുതൽ 5 വരെയാണ് കളമെഴുത്ത്. ബാലകൻ, വില്ലാളി വീരൻ, രാജകുമാരൻ, പുലിവാഹനൻ, തിരുവാഭരണ വിഭൂഷിതനായ ശാസ്താവ് എന്നീ രൂപങ്ങളാണ് കളമെഴുതുന്നത്. റാന്നി, കുന്നക്കാട് കുറുപ്പന്മാർക്കാണ് പരമ്പരാഗതമായി കളമെഴുത്തിന്റെ ചുമതല. മണിമണ്ഡപത്തിലെ കളമെഴുത്തും അതിനോടൊപ്പം 18-ാം പടി വരെയുള്ള വിളക്കെഴുന്നള്ളിപ്പുമാണ് മകരവിളക്ക്. 5-ാം ദിവസത്തെ വിളക്കെഴുന്നള്ളിപ്പ് ശരംകുത്തിയാൽ വരെയാണ്. കൊമ്പൻ മീശയോട് കൂടിയ തിരുമുഖമുള്ള തിടമ്പിലോട്ട് ഭഗവാനെ ആവാഹിച്ചാണ് എഴുന്നള്ളിക്കുന്നത്. പന്തളം കൊട്ടാരത്തിൽ നിന്ന് കൊണ്ടുവരുന്ന തിരുവാഭരണ പെട്ടികളിൽ വീരയോദ്ധാവിന്റെ തിരുമുഖമുള്ള തിടമ്പുണ്ട്. മകരസംക്രമ ദിവസം ദീപാരാധനയ്ക്ക് മുൻപായി തിരുവാഭരണ പെട്ടികൾ സന്നിധാനത്തെത്തിക്കും. പ്രധാന ആഭരണ പെട്ടി ശ്രീകോവിലിലും മറ്റു 2 പെട്ടികൾ മണിമണ്ഡപത്തിലുമാണ് സൂക്ഷിക്കുന്നത്. അഭിഷേകപ്പെട്ടി എന്നും കൊടിപ്പെട്ടി എന്നുമാണ് തിരുവാഭരണ പെട്ടികളെ വിളിക്കുന്നത്. തലപ്പാറ മലയെയും ഉടുമ്പാറ മലയെയും പ്രതിനിധീകരിക്കുന്ന കൊടികളും കുടകളുമാണ് പെട്ടിയിൽ പ്രധാനപ്പെട്ടത്. തലപ്പാറ മലയുടെ വിജയക്കൊടിക്ക് ചുവപ്പ് മുത്തുക്കുടയും ഉടുമ്പാറ മലയുടെ വിജയക്കൊടിക്ക് കറുത്ത മുത്തുക്കുടയുമാണ്. ഈ കൊടികളുടെ അകമ്പടിയോടെയാണ് ഭഗവാനെ ശരംകുത്തിയിലേക്ക് എഴുന്നള്ളിക്കുന്നത്. ഇതിനെ മാളികപ്പുറത്തെ എഴുന്നള്ളിപ്പ് എന്ന് പറയാറുണ്ട്. അതുകൊണ്ട് മാളികപ്പുറത്തമ്മയുടെ എഴുന്നള്ളിപ്പായി പലരും തെറ്റിദ്ധരിച്ചു. ശരംകുത്തിയിലെത്തി നായാട്ടുവിളി നടത്തും. എരുമേലി കൊച്ചമ്പലം നിർമ്മിച്ച പുത്തൻ വീട് എന്ന വെള്ളാള കുടുംബത്തിനാണ് ഈ അനുഷ്ഠാനം നടത്താനുള്ള അവകാശം. അയ്യപ്പനെ എഴുന്നള്ളിച്ച് ആലിഞ്ചുവട്ടിൽ നിർത്തിയിട്ട് ഓരോ വരി കഴിയുമ്പോഴും അനുയായികൾ ഊഹായ് എന്ന് ശബ്ദമുണ്ടാക്കും. അയ്യപ്പൻ നായാട്ടിന് പോയപ്പോൾ അനുയായികൾ മുൻപേ നടന്ന് കാടിളക്കിയതിന്റെ അനുസ്മരണമായാണ് നായാട്ടുവിളി. ശബരിമലയിലും പെരുന്നാട് കക്കാട് കോയിക്കൽ ക്ഷേത്രത്തിലും നായാട്ടുവിളി അനുഷ്ഠിക്കുന്നു. ശബരിമല ക്ഷേത്രത്തിന് പുറത്ത് തിരുവാഭരണം ചാർത്തുന്ന ഏക അമ്പലമാണ് പെരുന്നാട്ടിലെ ശാസ്താക്ഷേത്രം. തിരുവാഭരണവുമായി പന്തളത്തേക്ക് മടങ്ങുന്ന മകരം 7-നാണ് പെരുന്നാട്ടിൽ തിരുവാഭരണം ചാർത്തുന്നത്. ഇവിടെ താമസിച്ചാണ് പന്തളം രാജാവ് ശബരിമല ക്ഷേത്രം പണിതതെന്നും ഐതിഹ്യങ്ങൾ പറയുന്നു. പണ്ടുകാലത്ത് 10 ദിവസത്തെ മകരവിളക്ക് ഉത്സവത്തിന്റെ ആദ്യ 5 ദിവസം ശബരിമലയിലും അടുത്ത 5 ദിവസം പെരുന്നാട്ടിലുമായിരുന്നു നടത്തിയിരുന്നതെന്നും പറയപ്പെടുന്നു. മകരവിളക്ക് ഉത്സവം തുടങ്ങി 7-ാം ദിവസം രാത്രി മാളികപ്പുറത്തെ മണിമണ്ഡപത്തിനു മുൻപിൽ കുരുത്തോലകളും പൂക്കളും കൊണ്ട് അലങ്കരിച്ച് ഗുരുതിക്കളം ഒരുക്കും. കത്തിയെരിയുന്ന പന്തങ്ങളെ സാക്ഷിയാക്കി
ഗുരുതിക്കുറുപ്പ് കുമ്പളങ്ങ മുറിച്ച് ചുണ്ണാമ്പും മഞ്ഞൾപ്പൊടിയും ചേർത്തുണ്ടാക്കിയ രക്തം മലദേവതകൾക്ക് തൂകുന്നതാണ് ഗുരുതിയുടെ ചടങ്ങ്. ഇത് കഴിഞ്ഞ് അടുത്ത ദിവസം പുലർച്ചെ നട തുറന്ന് തന്ത്രിയുടെ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം നടക്കും. ആ ദിവസം തീർത്ഥാടകർക്ക് ദർശനമില്ല. 6 മണിയോടെ രാജപ്രതിനിധി എത്തും. അതിനു മുൻപ് തിരുവാഭരണ ഘോഷയാത്ര 18-ാം പടി ഇറങ്ങും. തുടർന്ന് പന്തളം രാജപ്രതിനിധി ദർശനം നടത്തും. ഈ സമയം രാജപ്രതിനിധി അല്ലാതെ മറ്റാരും സോപാനത്തിലുണ്ടാകില്ല. ദർശനത്തിനു ശേഷം മേൽശാന്തി നടയടച്ച് ശ്രീകോവിലിന്റെ താക്കോൽ രാജപ്രതിനിധിയെ ഏൽപ്പിക്കും. രാജപ്രതിനിധി 18-ാം പടി ഇറങ്ങും. തുടർന്ന് അടുത്ത 1 വർഷത്തെ പൂജകൾക്കായി ദേവസ്വം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർക്ക് താക്കോൽ കൈമാറുന്നതോടെ മകരവിളക്ക് ഉത്സവം സമാപിക്കും. മോക്ഷപ്രാപ്തിയിലേക്കുള്ള മാർഗം ദുർഘടമായിരിക്കുമെന്ന ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് അയ്യപ്പ സന്നിധിയിലേക്കുള്ള ഓരോ യാത്രയും. ശബരിമല യാത്ര തത്വമസിയുടെ പൊരുൾ തേടിയുള്ള മഹാതീർത്ഥാടനമാണ്. ഈശ്വരൻ നീയാണ് എന്ന ഓർമ്മപ്പെടുത്തലാണ് തത്വമസി എന്ന പദം. അഹങ്കാരവും അറിവില്ലായ്മയും ഇല്ലാതായി ഈശ്വരനും ഭക്തനും ഒന്നാകുന്ന സമത്വത്തിന്റെ പരമപദത്തിലെത്തുന്ന ഓരോ ഭക്തനും ആത്മനിർവൃതിയോടെയാണ് മലയിറങ്ങുന്നത്.